പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ജിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പെട്രോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ശിലകളുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ലിത്തോളജി. ശിലകളുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി. പാറകൾ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? ഹമ്മദ് എന്നാണ്. പാറകൾ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് ഹമ്മദ്. ശിലകൾ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ്. സാധാരണയായിട്ട് ശിലകളിൽ കാണുന്ന ധാതുക്കളാണ് ഫെൽസ്പാർ, അതുപോലെ ക്വാർട്സ് എന്നിവ. ഫെൽസ്പാർ അതുപോലെ ക്വാർട്സ് എന്നിവയാണ് സാധാരണയായിട്ട് ശിലകളിൽ കാണപ്പെടുന്ന ധാതുക്കൾ. വായിക്കാം. ശിലകളുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനം ലിത്തോളജി എന്ന് അറിയപ്പെടുന്നു. പാറകൾ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് ഹമ്മദ് എന്നാണ്. ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ രണ്ട് ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ദൃഢതയേറിയതും വ്യത്യസ്ത വർഗങ്ങളിലുള്ളതുമായ ശിലകളുണ്ട്. ഗ്രാനൈറ്റ് ഉറപ്പ് കൂടിയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഗാബ്രോ കൃഷ്ണശില കറുത്ത നിറത്തിലുള്ളതും ക്വാർട്സൈറ്റ് വെളുത്ത നിറത്തിലുള്ളതും ആണ്. ഗാബ്രോ കറുത്ത നിറത്തിലുള്ളതും ക്വാർട്സൈറ്റ് വെളുത്ത നിറത്തിലുള്ളതും ആണ്. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ബസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏക ഉപ്പുജല തടാകമാണ് ലോണാർ. ബസാൾട്ട് ശിലകളിലാണ് ഇത് കാണപ്പെടുന്നത്. ബസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏക ഉപ്പുജല തടാകമാണ് ലോണാർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വളരെ ആഴമേറിയതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗിരികന്ധരങ്ങൾ. ചെറുതോ സാമാന്യം വലുപ്പത്തിലോ ഉള്ള ഭൗമോപരിതല പ്രദേശങ്ങളാണ് എന്ത്? ഭൂരൂപങ്ങൾ. ചെറുതോ സാമാന്യം വലിപ്പത്തിലോ ഉള്ള ഭൗമോപരിതല പ്രദേശങ്ങളെയാണ് നമ്മൾ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം എന്താണ്? അപരദന പ്രക്രിയയാണ് ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. സാമാന്യം വലിപ്പത്തിലോ ഉള്ള ഭൗമോപരിതല പ്രദേശങ്ങളാണ് ഭൂരൂപങ്ങൾ എന്നറിയപ്പെടുന്നത്. അപരദന പ്രക്രിയയാണ് ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾക്കുള്ള മുഖ്യ കാരണം. നദികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാലകൾ, ഹിമാനികൾ എന്നിവ ഭൂരൂപവൽക്കരണത്തിന് സഹായിക്കുന്നു. നദികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാലകൾ, ഹിമാനികൾ എന്നിവ ഭൂരൂപവൽക്കരണത്തിന് സഹായിക്കുന്നു. താഴ്വരകൾ. റില്ലുകൾ എന്നറിയപ്പെടുന്ന ചെറുചാലുകൾ ക്രമേണ വലിപ്പവും വ്യാപ്തിയും വർദ്ധിച്ച് ഗലികൾ എന്ന വലിയ ചാലുകളായി മാറുന്നു. റില്ലുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ചാലുകൾ വലിപ്പവും വ്യാപ്തിയും ക്രമേണ വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ഗലികൾ എന്ന വലിയ ചാലുകളായി മാറുന്നു. ഇവയുടെ ആഴവും പരപ്പും വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴ്വരകൾ രൂപം കൊള്ളുന്നു. ഗലികളുടെ ആഴവും പരപ്പും വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴ്വരകൾ രൂപം കൊള്ളുന്നു. താഴ്വരകൾ ഗിരികന്ധരം, ബൃഹത് ഗിരികന്ധരം എന്നിങ്ങനെ അവയെ തരംതിരിക്കാം. ആകൃതിക്കനുസരിച്ചിട്ട് വിരൂപ താഴ്വരകൾ, ഗിരികന്ധരം, ബൃഹത് ഗിരികന്ധരം എന്നിങ്ങനെ തരംതിരിക്കാം. കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോടുകൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമേറിയതുമായ താഴ്വരയാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ. കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോടുകൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമേറിയതുമായ താഴ്വരകളാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ. ഇവയ്ക്ക് താഴ്ഭാഗത്തെ അപേക്ഷിച്ച് മുകൾ ഭാഗത്ത് വിസ്താരം അധികമായിരിക്കും. ശിലാതൽപ്പത്തിൽ ശിലാഖണ്ഡങ്ങൾ ഒഴുക്കിന്റെ ശക്തിയിൽ നിരന്തരം ഉരസുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ഉൾക്കുഴികൾ.
കുന്നിൻ പ്രദേശത്തിലെ നീർച്ചാലുകളുടെ ശിലാതൽപ്പത്തിൽ ശിലാഖണ്ഡങ്ങൾ ഒഴുക്കിന്റെ ശക്തിയിൽ നിരന്തരം ഉരസുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ഉൾക്കുഴികൾ. ജലത്തിന്റെ ശക്തമായ വീഴ്ച കാരണവും ശിലകൾ വൃത്താകൃതിയിൽ നിരന്തരം തിരിയുന്നത് കാരണവും വലിയ ഉൾക്കുഴികൾ രൂപപ്പെടാറുണ്ട്. ഇത്തരത്തിൽ വെള്ളച്ചാട്ടങ്ങളുടെ ചുവടെ രൂപം കൊള്ളുന്ന വലുതും അഗാധവുമായ കുഴികളാണ് ഉരക്കുഴികൾ. വെള്ളച്ചാട്ടങ്ങളുടെ ചുവടെ രൂപം കൊള്ളുന്ന വലുതും അഗാധവുമായ കുഴികളെയാണ് നമ്മൾ ഉരക്കുഴികൾ എന്ന് പറയുന്നത്. നേരിയ ചരിവുകളിലൂടെ ഒഴുകുന്ന നദികളിലെ സജീവമായ പാർശ്വാവരോധനം കാരണം നദികൾ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്നു. ഇവയാണ് മിയാൻഡറുകൾ. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് അരുവികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ രൂപം കൊള്ളുന്നവയാണ് എക്കൽ വിശറികൾ. എന്താണ് എക്കൽ വിശറികൾ? ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് അരുവികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ രൂപം കൊള്ളുന്നവയാണ് എക്കൽ വിശറികൾ. എന്താണ് മിയാൻഡറുകൾ? നേരിയ ചരിവുകളിലൂടെ ഒഴുകുന്ന നദികളിലെ സജീവമായ പാർശ്വാപരതനം കാരണം നദികൾ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്നു. ഇവയാണ് മിയാൻഡറുകൾ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.